CPI 25 പാർട്ടി കോൺഗ്രസ് നടത്തുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇപ്പോൾ ട്രംപ് B1 മിസൈല് തുക ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ ചർച്ചകൾ മെയിനായിട്ട് അഡ്രസ് ചെയ്യും പാർട്ടി കോൺഗ്രസ്? അല്ല, ഈ ട്രംപിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോളിസി എന്ന് പറയുന്നത് നമ്മൾ ഒരു മൂല്യബോധവും ഇല്ലാത്ത ഒരു ഭ്രാന്തൻ ഭരണാധികാരിയുടെ പണ്ടൊക്കെ ജൽപ്പനങ്ങളായിരുന്നു. ഇപ്പൊ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ IT സെക്ടർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിക്കുന്ന തീരുമാനങ്ങളാണ്. ഈ ഫീസ് സർപ്പഞ്ച് ഏതാണ്ട് 1 കോടിയോളൊക്കെ വരുന്ന കേസാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒരു കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായി, ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കീഴിൽ നമ്മുടെ രാജ്യം ഒട്ടും സുരക്ഷിതമല്ല. അത് സാർവദേശീയ രംഗത്ത് അതിന്റെ നയങ്ങൾ പൊളിഞ്ഞു പാളീസായി പോയി. ട്രംപിന്റെ അടിമയെ പോലെ ഇവർ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വളരെ നിർഭാഗ്യകരമായിരിക്കുന്ന ഒരു സാർവദേശീയ സാഹചര്യമാണ്. അതൊക്കെ CPI കോൺഗ്രസ് നല്ലതുപോലെ ചർച്ച ചെയ്യും. ഇപ്പം പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പല ചർച്ചകളും മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് പ്രായപരി സംബന്ധിച്ചാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ CPIക്ക് അതിന്റെ സമ്മേളനങ്ങളും സംഘടനയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് ഒരു നിയതമായ വ്യവസ്ഥയുണ്ട്. അത് ഭരണഘടനയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് CPIയുടെ ഭരണഘടന പറയുന്നത്. അപ്പോൾ ഭരണഘടന അനുസൃതമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്യന്തികമായ തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് പാർട്ടി സമ്മേളനം ചേരുന്നത്. ഇടതു പാർട്ടികളുടെ സമ്മേളനം ചേരുമ്പോൾ എപ്പോഴും ഉള്ള ഒരു പ്രശ്നം ഞാൻ പറയാം, മാധ്യമങ്ങൾ വേറൊരു സമ്മേളനം വേറെ നടത്തും. ഇപ്പോൾ ഈ ഹോളിനകത്താണ് നമ്മുടെ സമ്മേളനം നടക്കുന്നതെങ്കിൽ പുറത്ത് വേറൊരു സമ്മേളനം നടക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ വൈകുന്നേരമോ അല്ല മറ്റു പത്രസമ്മേളനത്തിലൂടെ അതിൻ്റെ പോയിന്റ് പറയാൻ പറ്റും. ഇവിടുന്ന് ലൈവായ ഒരു സമ്മേളനം നടക്കും. അപ്പോൾ പാർട്ടി സാധാരണ അണികളിലും ആളുകൾക്കിടയിലും ഇതാണ് വാർത്ത എന്ന് വെച്ചു. ഈ കടലും കടലാടിയും തമ്മിലുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവൂ, ഈ വ്യത്യാസം. ഈ വാർത്തകൾ തമ്മിൽ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത വാർത്തകളാണ് പലതും. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മൾ വേറെന്താണ്, അതൊരു മാധ്യമങ്ങളുടെ സമ്മേളനം മാത്രമാണത്, ഞങ്ങളുടെ സമ്മേളനമല്ല. അതുപോലെ തന്നെ വരുന്ന മറ്റു രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് D രാജകുമാരി മറ്റൊരാൾ വരുമ്പോൾ അതോടൊപ്പം തന്നെ സന്തോഷ്. ഇല്ല, അത് ഒന്നാമത്തെ അതിനകത്തൊന്നും ആ ചർച്ചകളിലൊന്നും എന്നെ സംബന്ധിച്ചുള്ള ചർച്ചകളിലൊന്നും യാതൊരു കാര്യമില്ല. ഞാൻ ഇപ്പം തന്നെ ഓവർ ബേർഡൻഡ് ആയിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഏൽപ്പിച്ച പണികൾ തന്നെ ചെയ്യാനുള്ള സമയക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പിന്നെ ആര് നേതാവായി വന്നാലും പുതിയ നേതാവായിരിക്കും. സമ്മേളനം കഴിയുന്നതോടുകൂടി ഇപ്പോൾ പഴയ നേതൃത്വനിര മാറി പുതിയൊരു നേതൃനിരയാണ് സ്വാഭാവികമായിട്ട് എല്ലാ സമ്മേളനങ്ങളിലും വരിക. അപ്പോൾ വ്യക്തികൾ ആരാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് പുതിയൊരു നേതൃനിരയെ സമ്മേളനം തിരഞ്ഞെടുക്കും.